പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പ്രിയ സഹോദരങ്ങളെ, ഈ ഞായറാഴ്ച ദിനം ശരിക്കും നന്നായിട്ട് ബലി അർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടാണല്ലോ ഇന്ന്. ശരിക്കും അതുകൊണ്ട് തന്നെ ഈശോ നമുക്ക് നൽകുന്ന ഒരു വചനം നമ്മുടെ വിശ്വസ്തത എന്നൊരു കാര്യമാണ്. അത് തെസ്സലോനിയർക്ക് എഴുതിയ 1-ാം ലേഖനത്തിലെ 5:24 അവിടെ വചനം വെളിപ്പെടുന്നത് ഇങ്ങനെയാണ്: നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ്, അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യും. അതായത് വിശ്വസ്തനായ കർത്താവ് വിശ്വസ്തയോടെ പ്രവർത്തിക്കും. ഇതിൽ ഈ വചനം അനേകർക്ക് വിശ്വസിക്കാനുള്ള പ്രശ്നം എന്താണെന്നറിയാം സഹോദരങ്ങളെ. നമ്മൾ പലപ്പോഴും മനുഷ്യരിൽ വിശ്വസിക്കും, അല്ലേ? മനുഷ്യർ വിശ്വസ്തരാണെന്ന് ധരിക്കും, എന്നിട്ട് ഒടുക്കത്തെ പണി നമുക്ക് കിട്ടും. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ബിസിനസ്സുകാരനായിട്ട് സംസാരിക്കാനായിട്ടിടയായി. അപ്പോൾ അദ്ദേഹം പറയായിരുന്നു, എൻ്റെ അച്ഛാ, ഒരു നല്ല വിശ്വസ്തയോടുകൂടി പെരുമാറുന്ന സ്റ്റാഫിനെ കിട്ടാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. അത് ശരിക്കും എല്ലാ മേഖലയിലും, അല്ലേ? നമ്മുടെ കുടുംബത്തിലാണെങ്കിലും നമ്മുടെ സ്വകാര്യ ദുഃഖം അതല്ലേ. ഒന്ന് വിശ്വസ്തയോടുകൂടി ഇത് ചെയ്യുമായിരുന്നെങ്കിൽ നമ്മുടെ വീടല്ലേ. ചിലപ്പോൾ ഭർത്താവ് ഭാര്യയെക്കുറിച്ചും ഭാര്യ ഭർത്താവിനെക്കുറിച്ചും മക്കളെക്കുറിച്ചും ഇതൊക്കെയാണ് പിന്നീട് ഡിവോഴ്സിലേക്ക് മറ്റൊക്കെ പോകുന്നത്. അപ്പോൾ ശരിക്കും നമുക്ക് മനുഷ്യരിൽ ഈ വിശ്വസ്തത എന്നുള്ളത് പലപ്പോഴും നമ്മൾ പ്രതീക്ഷിച്ചിട്ട് കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ദൈവവും അവിശ്വസ്തനായിരിക്കും എന്നുള്ളൊരു ചിന്ത ചിലപ്പോഴെങ്കിലും നമുക്ക് വരാറുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് പ്രിയ സഹോദരൻ, അത് തെറ്റാണ്. കാരണം ഈശോയുടെ ക്വാളിറ്റി, അല്ലേ? ഈശോ എന്ന് പറയുന്നത് അവൻ വിളിച്ചവൻ വിശ്വസ്തനാണ്. ഈശോയുടെ പ്രത്യേക വിശ്വസ്തതയാണ്. മരണം വരെ നമ്മളോട് വിശ്വസ്തത കാണിച്ച് ഇന്നും നമ്മളോട് കൂടെ ആയിരിക്കുന്നവൻ അവനാണ്. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ്, അവിടുന്ന് അതനുസരിച്ച് പ്രവർത്തിക്കും. അപ്പോൾ അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ നമ്മൾ വിചാരിച്ച പോലെ നമ്മുടെ ജീവിത നൗക നമ്മൾ മുന്നോട്ട് പോകുന്നില്ല എന്ന് വിചാരിച്ച് നമ്മൾ ഭഗ്നാശരാകേണ്ട. മനുഷ്യരിലല്ല, ഞാൻ കർത്താവിലാണ് ആശ്രയിക്കുന്നത്. അവസാന വിജയം അത് കർത്താവിൻ്റേതായിരിക്കും, കർത്താവിനോട് ചേർന്ന് നിൽക്കുന്നവരുടേതായിരിക്കും. ഈ ഒരു ബോധ്യത്തിൽ ആഴപ്പെടാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് ഞായറാഴ്ചയാണ്. വെറുതെ കർത്താവിനോട് ചേർന്ന് നിൽക്കാമെന്ന് പറയരുത്. ഈ ഞായറാഴ്ച ദിനത്തിൽ ഇന്ന് നന്നായിട്ട് ബലിയർപ്പിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇല്ലെങ്കിൽ അതിനോടത്ത് മാപ്പ് ചോദിക്കണം. അരമണിക്കൂറെങ്കിലും സമയം വചനം വായിക്കണം. ഒരു ജപമാല വ്യക്തിപരമായിട്ട് ചൊല്ലാൻ പരിശ്രമിക്കണം. പറ്റുവാണെങ്കിൽ ഇത് വികാരണ സന്നിധിയിൽ കുറച്ചേരൊക്കെ ഈവനിങ്ങിൽ എപ്പോഴെങ്കിലും പോയിട്ട് ഇരിക്കാൻ പറ്റുവാണെങ്കിൽ അത് ചെയ്യാനായിട്ട് പരിശ്രമിക്കണം. പ്രിയ സഹോദരങ്ങൾ, അങ്ങനെ ഒരു പരിശ്രമം നമ്മുടെ ഭാഗത്ത് ഈശോയെ വിശ്വാസത്തെ ഗൗരവമായിട്ട് എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെയുള്ള വ്യക്തികളെ കർത്താവ്, അവരുടെ കരങ്ങളെ കർത്താവ് അനുഗ്രഹിക്കും. അവരെന്ത് പറഞ്ഞാലും കർത്താവ് അത് ചെയ്യും. കാരണം കർത്താവിൻ്റെ വക്താവാണ് അവർ. ഹല്ലേലൂയ. അത്തരത്തിലുള്ളൊരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. രക്ഷിതാവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.